ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് തുടങ്ങിയപ്പോൾ നമ്മളൊരു യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതുവരെ വീഡിയോസ് ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. മുഴുവൻ ഷോർട്സ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ പുറത്തുള്ള എല്ലാവർക്കും ഞാൻ അറിയുന്ന ഒരു ആപ്പായിരിക്കും ടെമു. അപ്പോൾ ടെമുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് അൺബോക്സ് ചെയ്യാം. വെറുതെ നിങ്ങൾക്കൊക്കെ നിങ്ങൾ കാണിച്ചു തരാമല്ലോ, നല്ലതാണോ എന്ന് നോക്കാം. പ്രമോഷനൊന്നുമല്ല, മിക്കവാറും തന്നെ ടെമുവിൻ്റെ ചില സാധനങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടാറുണ്ട്. ഈ ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കുന്നത് ഒട്ടും മിക്കവാറും അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവാറില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ക്ലോത്തിങ് ഐറ്റംസും ഉണ്ട്, പിന്നെ കുറച്ച് ജ്വല്ലറീസ് പോലെ ഉണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ ഉള്ളത്, കുറച്ച് നാളെ ഓർഡർ ചെയ്തിട്ട്. എനിവേ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് തുറന്നിട്ടുണ്ട്. തുണികളാണ് കൂടുതലുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. പൊതുവെ നമ്മുടെ എപ്പോൾ തുണി മേടിച്ചാലും ഒത്തിരി നല്ലതൊന്നും ആവാറില്ല. പിന്നെ ഇത് എന്താ പറയുന്നത്, ഇച്ചിരി കൂടെ ചീപ്പായിട്ടുള്ള ആപ്പാണ്. നമ്മൾക്ക് ബാക്കി കമ്പാരിറ്റീവ്ലി ആമസോൺ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ചീപ്പാണ്. ഷീൻ എന്ന് പറഞ്ഞ വേറൊരു ആപ്പും കൂടി ഉണ്ട്, അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം സാധനം മേടിച്ചിട്ടില്ല. ഇനി നമുക്ക് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കൂടെ മേടിച്ചിട്ട് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. പാക്കേജിങ് ഒക്കെ ഓക്കെയാണ്, നല്ല ഭംഗിയുള്ള സിപ്പ് ലോക്ക് കവറിലൊക്കെയാണ് വരുന്നത്. ഇതൊരു ഡ്രസ്സാണ്, ഒരു നെറ്റിൻ്റെ ഡ്രസ്സാണ്. ഇത് ബ്ലാക്ക് എന്ന് പറയുന്ന സംഭവം എനിക്കെന്നല്ല, ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാർക്കും ഡ്രസ്സ് ഇടാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ആയിരിക്കും. നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്ത് വന്നാലും ലാസ്റ്റ് ബ്ലാക്കിൽ പോയി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഞാനും ഇങ്ങനെ ഓൾമോസ്റ്റ് ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് ബ്ലാക്കിൽ വന്ന് നിൽക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. ഇതൊരു ഡ്രസ്സാണ്, ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ആയിട്ട് നമുക്കിത് കുർത്തിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്, നമുക്ക് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, ടോപ്പ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ കുർത്തയൊക്കെ ആയിട്ട് അടിയിലൊരു ബ്ലാക്ക് കളറ് പാൻറ്റൊക്കെ ഇട്ടാൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല അടിപൊളിയാണ് എന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ല കേട്ടോ. ഓക്കെയാണ്, നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. പക്ഷെ ഇത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തുണി ഒരു പോളിസ്റ്റർ മിക്സ് തുണിയാണ് കേട്ടോ, അല്ലാതെ എന്താ പറയുന്നത്, തുണിയുടെ ക്വാളിറ്റി ഒന്നും എനിക്കറിയില്ല. ഈ ഡ്രസ്സിന്റെ വിലയും എനിക്കറിയില്ല. എന്താണെങ്കിലും ഒരു 10 പൗണ്ടിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ മേടിക്കത്തുള്ളൂ. പക്ഷെ ഇത് നല്ലൊരു മോഡലൊക്കെ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. നമുക്ക് ഇതിട്ടിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, തുണി ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഉണ്ട്, പോളിസ്റ്റർ മിക്സ് ആണ്, ഫ്രണ്ടിൽ നെറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഒരു ഡ്രസ്സ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് പാൻറ്റൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ചുരിദാർ പോലെ പള്ളി പോകുമ്പോഴൊക്കെ ഇടാനായിട്ട് പെയർ ചെയ്യാം. അടുത്തത് ഒരു ടോപ്പാണ്, ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. വൗ, വെരി നൈസ്, അടിപൊളി ടോപ്പായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ടെമോന്ന് ഡ്രസ്സ് മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട. ആദ്യത്തെയും എനിക്കിഷ്ടമായി, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു സുന്ദരൻ ടോപ്പാണ്. നോക്ക്, ഇതിന് ഇവിടെ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അതും നല്ല ക്വാളിറ്റി ഉള്ള വർക്ക്. തുണിയാണെങ്കിലും ഭയങ്കര ഇതിലുള്ള എന്താ പറയുന്നത്, ഭയങ്കര ക്വാളിറ്റി തുണിയൊന്നുമല്ല. ഇറ്റ്സ് ഓക്കെ, ഒരു പോളിസ്റ്റർ കോട്ടൺ മിക്സ് ആണ്. ഇവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ബീഡ്സ് വെച്ചിട്ട്. നൈസ്, നല്ല ടോപ്പാണ് കേട്ടോ. ഞാൻ ഇതിനും വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല, ഫോണിൽ നോക്കണം. എനിവേ ഇതിൻ്റെ വിലയൊക്കെ ഞാനിപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വില UK-ലുള്ളവർക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഇത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് കൊടുക്കാം. സൂപ്പർ ടോപ്പ്, നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ടോപ്പാണേ. ഉണ്ടോ, ഇത്രയും അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. എനിക്ക് ഓക്കെ ആയിരിക്കും. ഞാൻ മീഡിയം സൈസാണ്, എനിക്ക് ഓക്കെയാണ് ഈ ടോപ്പ്. എല്ലാ സൈസിലും അവൈലബിൾ ആയിരിക്കും. ടോപ്പ് സൂപ്പറാണേ. നെക്സ്റ്റ് ഇതും ഒരു ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം.
പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ എല്ലാവരും സാരികൾക്ക് സാരി ബ്ലൗസും നല്ലല്ലോ തയ്ക്കുന്നത്. ക്രോപ്പ് ടോപ്പ് നമുക്ക് സാരികൾക്ക്, അതായത് സാരിക്ക് നമുക്ക് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് ഇപ്പൊ വെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പാണിത്. ഇത് ഇതാ ഇത്രേ ഉള്ളൂ. സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കയ്യിലൊക്കെ ഒരു ഫ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കഴുത്ത് ഭയങ്കര വൈഡാന്ന് തോന്നുന്നു. അപ്പോൾ കഴുത്ത് ഇച്ചിരി വൈഡാക്കി ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. എനിവേ ഞാനിത് സാരി ബ്ലൗസ് ആയിട്ടിട്ടിട്ട് ഒരു സാരി കൊടുത്തിട്ട് വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ തീരാൻ പോവുകയാണ്. നെക്സ്റ്റ് നമ്മളൊരു ഡ്രസ്സ് തന്നെയാണ് മേടിച്ചേക്കുന്നത്. ഇതൊരു ഫുൾ സ്കേർട്ടാണ്. ഞാൻ സ്കേർട്ടിൻ്റെ വളരെയധികം എന്താ പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്കേർട്ട്. അപ്പം ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ വിചാരിച്ച പോലത്തെ തുണി തന്നെയാണ്. ഫുൾ പോളിസ്റ്റർ തുണിയാണ്. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഒരു അമ്മമാരിൽ നിൽക്കുന്ന ഒരു ഓയിൽ സാരി ഇല്ല, അതുപോലെ. പിന്നെ യെല്ലോ കളറാണ്. യെല്ലോ ഈസ് മൈ വൺ ഓഫ് ദ ഫേവറേറ്റ് കളർ. ഭയങ്കര ഫേവറേറ്റ് കളറല്ല, പക്ഷേ ഇപ്പം എനിക്ക് പണ്ടൊക്കെ എനിക്ക് യെല്ലോ ഇഷ്ടമുണ്ടായിരുന്നത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് യെല്ലോ. അപ്പോൾ എനിക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ആരെങ്കിലും ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു എൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോയാണ്. കാരണം അപ്പച്ചന് അത് ഇഷ്ടമാണല്ലോ. പക്ഷെ ഇപ്പോൾ അപ്പച്ചന് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, ഇപ്പോഴും അപ്പച്ചന് യെല്ലോ ഇഷ്ടമാണ്, എനിക്ക് യെല്ലോ ഇഷ്ടമാണ്. യെല്ലോയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു നല്ല നൈസാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന് ഉള്ളില് ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, കണ്ടാൽ വെരി ബാഡ് അല്ലാത്ത ലുക്കുള്ള ഒരു പാവാടയാണ്. ഫുൾ സ്കേർട്ട്, നൈസ്. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ഒക്കെ പൈസ ഞാൻ അടിയിൽ ഇടുന്നില്ല. വൺ മോർ ടോപ്പും കൂടി ഉണ്ട്. ഇങ്ങനെ ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ. ഇത് സ്പോർട്സ് വെയർ ആണ്. നമുക്കിപ്പോൾ ഡാൻസ് പ്രാക്ടീസിൻ്റെ സമയത്തോ ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്സ് വെയർ ആണ് ഇത്. അപ്പം നല്ലതാ, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ തുണികളെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ജ്വല്ലറീസ് ഉണ്ട്. പിന്നെ ഇതാ ആർട്ടിഫിഷ്യൽ നെയില് കണ്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം നഖം, ഇതെല്ലാം ഒറിജിനൽ നഖമാണ്. പക്ഷെ നമുക്ക് നഖം വളർത്താൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീക്സിലൊക്കെ ആനുവൽ ലീവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നഖം വളർത്തിയത്. ഡ്യൂട്ടിക്ക് അങ്ങനെ ഒരുപാട് ദിവസമൊന്നും പോകേണ്ട വന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നഖം വളർത്തി നെയിൽ പോളിഷൊക്കെ ഇട്ടത്. നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നഖം വളർത്താനും നെയിൽ പോളിഷ് ഇടാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, അതിന് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റായിട്ട് ആർട്ടിഫിഷ്യൽ നെയിൽ വെക്കാനും നമുക്ക് പറ്റില്ല. അത് സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള തുറക്കാൻ കിട്ടുന്നില്ലല്ലോ. ക്ഷമയില്ല, അതാണ് കാര്യം. ഇതാണ് നഖം. കളർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞാൻ ചൂസ് ചെയ്ത കളർ നല്ല കളറാണ് അല്ലേ? എനിക്ക് ഈ പിങ്കി കളറുകളോടൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മേടിച്ചത്. I just want to open this. ഇത് ഓപ്പൺ ചെയ്യുന്നത് നഖത്തിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യണ്ടേന്ന് എനിക്ക് തോന്നുന്നു നമ്മളെന്തെങ്കിലും നെയിൽ ഗ്ലൂ എങ്ങാനും മേടിക്കണമായിരിക്കും. അല്ലാതെ ഇതൊന്നും പറിച്ചെടുത്തിട്ട് ഒട്ടിക്കാൻ പാകത്തിനുള്ള സ്റ്റിക്കറൊന്നും ഇല്ല ഇതുമ്മ. ഉണ്ടോ? സംഭവം അടിപൊളിയാണ് കാണാൻ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്കിത് എങ്ങനെ സ്റ്റിക്ക് ചെയ്യണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗ്ലൂവോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും എന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മൾ നെയിൽ ഗ്ലൂ വാങ്ങിച്ചിട്ട് ഒട്ടിച്ച് വെക്കുക ചെയ്തത്. അതൊന്നും ഒട്ടും ലാസ്റ്റ് ചെയ്തില്ലായിരുന്നു. പെട്ടെന്ന് പൊളിഞ്ഞു പോരുമായിരുന്നു. പിന്നെ നമ്മുടെ നഖത്തിന്റെ പരിപാടി വരും. ഒറിജിനൽ ആയിട്ടുള്ള നഖത്തിന്റെ
എന്താ പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള നഖത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇത് ഇങ്ങനത്തെ നെയിൽ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പം ഉപയോഗിക്കുന്നവരൊരു ഒരു 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 ഫാഷനൊക്കെ വേണ്ടി വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാന്നല്ലാതെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പണി കിട്ടും. ഇതിൽ സാധനം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റിക്കറാണ് ഇതാ. ഇത് സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റിക്കർ ഇതുമുണ്ട്. ഈ സ്റ്റിക്കർ നമ്മുടെ നഖത്ത് ഒട്ടിക്കുക, പിന്നെ നഖം ഒട്ടിക്കുക. അതൊക്കെയാണ്. ഇപ്പൊ എനിക്ക് നഖമുണ്ട്, ഞാൻ ഇതൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒട്ടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അടുത്തത് കുറച്ച് ജ്വല്ലറീസ് ആണ്. എന്തിനാണ് ഇത്രയധികം മാല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ മാറി മാറി ഇടാനും രസല്ലേ, ഇടക്കിടക്ക് അതൊക്കെ മാറി മാറി ഇടുന്നത്. ബാക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആണേ. ഇത് വലിയൊരു മാലയാ. എനിക്ക് തോന്നുന്നു ഇത് 2 ലെയറായിട്ട് ഇടുന്ന മാലയാന്ന് തോന്നണേ. അതുകൊണ്ടായിരിക്കും. ഇതിങ്ങനെ 2 ലെയറായിട്ട് ഇടുന്ന മാലയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് 2 ലെയറായിട്ട് മാലയായിട്ട് ഇടാം. ഹിപ്പ് ചെയിൻ ആയിട്ടും നമുക്ക് ഇപ്പൊ എല്ലാവരും കണ്ടിട്ടില്ലേ, സാരി ഒക്കെ എടുക്കുമ്പോൾ ഹിപ്പ് ചെയിൻ ഒക്കെ ഇട്ടിട്ട്, അതുപോലെ നമുക്ക് ഹിപ്പ് ചെയിൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ അരഞ്ഞാണ്. സ്വർണ്ണമൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ മേടിച്ച് ഉപയോഗിക്കാം. പക്ഷെ ഇത് 2 ലെയറായിട്ട് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം, മണിമാലയായിട്ട്. ഞാൻ സാരി കൊടുക്കുമ്പോൾ ഹിപ്പ് ചെയിൻ ആയിട്ട് ഇടാൻ പറ്റിയെങ്കിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ, ചിലപ്പോഴേ ചെയ്യുള്ളൂ, അറിയില്ല. ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടാൽ ചെയ്യാം. പിന്നെ അടുത്തത് ഇതൊരു മാലയും കമ്മലും ഒക്കെ കൂടെ വരുന്ന ഒരു സെറ്റാണ്. കുറച്ചും കൂടെ നല്ല പാക്കേജിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു കവറൊക്കെ ഉണ്ട് ഇതെടുത്ത് വെക്കാനായിട്ട്. ആദ്യം നമുക്ക് മാല നോക്കാം. ഇത് ഇച്ചിരി ക്വാളിറ്റി ഉള്ള സംഭവമായിട്ടോ. നമ്മൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇടുമ്പോഴോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇടുമ്പോഴൊന്നും ഇതിന്റെ കളറൊന്നും പോവില്ല. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അധികം സ്വെറ്റിംഗ് ഒന്നും വരുന്ന സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചാൽ അങ്ങനെ ഇവിടെ കളർ പോകുന്ന സംഭവങ്ങളല്ല. പക്ഷെ ശരിക്കും ഉപയോഗിക്കണം എന്ന് മാത്രം. ഇതൊരു ഇച്ചിരി ഒരു ലോങ് ചെയിനാണ്, ഇച്ചിരി നീട്ടമുള്ള ചെയിനാണ്. കണ്ടോ, ഇതാണ് ഇതിന്റെ ലോക്കറ്റ് വരുന്നത്. ഒരു മയിലിന്റെ ഫെദർ പോലെ. പക്ഷെ ഇത് അത്ര കുഞ്ഞി ചെയിനല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത്ര ഇറക്കുണ്ട്. കുറച്ചും കൂടി ഹായ്, നല്ലതാ. സിമ്പിളായിട്ട് ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണല്ലേ. ഇതിനൊന്നും വലിയ വിലയില്ല കേട്ടോ. വില മീൻസ് നാട്ടിലെ വിലയായിട്ട് ആരും കമ്പയർ ചെയ്യരുത്. ഇവിടെ UK വില വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇതൊക്കെ ഓൾമോസ്റ്റ് ചീപ്പാണ്. പാവങ്ങൾക്കും ജീവിക്കണ്ടേ അല്ലേ? യെസ്, ഉണ്ടോ? നൈസായിട്ടൊരു ലോക്കറ്റാണ്, നല്ലതാ. ഇനി അതിന് കയറായിട്ട് തന്നെ സ്റ്റഡ് വരുന്നുണ്ട്. ഇങ്ങോട്ട് വാടാ. യെസ്, ക്വാളിറ്റി ഉള്ള സംഭവം ഒന്നല്ല. കാല് ഇപ്പൊ തന്നെ കണ്ടോ, ഇച്ചിരി വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ. പക്ഷെ ഒക്കെ ഒടിഞ്ഞു പോകത്തില്ലായിരിക്കും. 2 സ്റ്റഡ്. നരപ്പവൻ പൊന്നു കൊണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ
ഓക്കെയാണ്, എനിക്ക് അത്രയ്ക്കും കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കങ്ങനെ ഒരുപാട് വലിയ കമ്മലുകളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ഫാൻസിക്ക് വേണ്ടി ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം വലിയ വലിയ കമ്മലുകളും വലിയ വലിയ മാലകളൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഒന്നുകിൽ തീരെ ചെറുത് അല്ലെങ്കിൽ ഭയങ്കര വലുത്. ഇത് ഒരു കമ്മലാണ്, ഇങ്ങനെ സ്റ്റഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മലാണ്. കണ്ടോ, ഇതിങ്ങനെയല്ല ഇടേണ്ടത്. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ സ്റ്റഡ് ഇടുക, അത് കഴിഞ്ഞിട്ട് പുറകിൽ കൂടെ ഈ വൈറ്റ് ഇതിടുക, എന്നിട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു ഇത് വരും. ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഇടാൻ പറ്റിയ ചെറിയ കമ്മലാണ്. ഇതൊക്കെയാണ്, കുഴപ്പമില്ല. കണ്ടോ, വലിയ പൈസ ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. 1 പൗണ്ടിന് താഴേക്ക് എന്തായാലും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ മേടിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ നോക്കിയിട്ട് പൈസ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തത്, ഇത് ഞാൻ വെറുതെ ഒരു വട്ടിനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാലിൻ്റെ വിരലിലിടുന്ന മോതിരില്ലേ, ഞങ്ങളവിടെയൊക്കെ മിഞ്ചി എന്നാണ് പറയുന്നത്. നാട്ടിലുള്ളപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പിന്നെ UK പോലുള്ള ഒരു സെറ്റപ്പിൽ, പ്രത്യേകിച്ച് ഈ വിന്റർ വരാൻ പോകുന്ന സമയത്ത് ഈ സംഭവങ്ങളൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണാൻ പോകുന്നില്ല, നമുക്ക് പോലും കാണാൻ പറ്റില്ല. കാരണം ഫുൾ ടൈം നമ്മൾ സോക്സ് ആൻഡ് ഷൂ ലൈഫാണ് ഇനി വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ വീടിൻ്റെ അകത്താണെങ്കിൽ പോലും തണുപ്പ് കൊണ്ട് സോക്സ് ഇട്ട് നടക്കേണ്ട ഗതികേടാണ്. ഫുൾ റേഡിയേറ്റർ ഒക്കെ ഇടാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എനിവേ പക്ഷെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. 4 മിഞ്ചി ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരെണ്ണം ഒരു ബട്ടർഫ്ലൈയുടെ ഇത് വരുന്നത്, പിന്നത്തെ ഒരെണ്ണം ഒരു കുഞ്ഞൊരു ലവ് വരുന്നത്. പക്ഷെ കണ്ടിട്ട് നല്ല രസമുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ച. ഇത് കണ്ടോ, ഒരു ചന്ദ്രകല, സ്റ്റാർ. ഒരെണ്ണം ഇട്ടിട്ട് ഞാൻ കാണിച്ചത്, സ്റ്റാർ തന്നെ ആയിക്കോട്ടെ. ഒരെണ്ണം ഇട്ടിട്ട് ഞാൻ കാണിച്ചതാവേ. നല്ലതല്ലേ, നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് സൂപ്പറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനിയിപ്പോൾ വിൻ്റർ അല്ലേ, എപ്പോൾ ഇതൊക്കെ ഇടും, സാരില്ല, എപ്പോഴെങ്കിലൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെ ഇതൊരെണ്ണം. കണ്ടോ, നോക്ക് എന്തൊരു നൈസാന്ന് നോക്ക്, ഭയങ്കര പ്രിറ്റി അല്ലേ. ഇത് ഒരു കമ്മലാണ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ച കമ്മലാണ്. എനിക്ക് സാധാരണ വലിയ കമ്മലുകളൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഈ കമ്മൽ എന്തോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം ഞാൻ മേടിച്ചു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും, മനസ്സിലാവേ. ഒരു 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 ആന്റിക് ഗോൾഡും സിൽവറും ഒക്കെ മിക്സ് ചെയ്ത ഒരു ഇയറിങ്. ഇതാണ് ഷേപ്പ്, കണ്ടോ, ഇതാണ് ഷേപ്പ്. ഒരു എന്ത് ഷേപ്പാണെന്നാ പറയുക, ഒരു ചതുരം, വളഞ്ഞ ചതുരം. ഇങ്ങനെ ഇരിക്കും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇച്ചിരി വെസ്റ്റേണിക് ടച്ചിൽ ഡ്രസ്സ് ചെയ്യാനായിട്ട്, നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു സൂപ്പർ ഇയറിംഗ് ആണ്. കണ്ടോ, നല്ലതാണേ, സൂപ്പർ. ഒരു ചെയിൻ തന്നെയാണ് ഇതും, ഒരു സിമ്പിൾ ചെയിനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോൺ വരുന്നത്. ചെയിൻ ഇങ്ങനെയാണ് വരുന്നത്, സ്റ്റോണ് ഇങ്ങനെയാണ് വരുന്നത്. നല്ലതല്ലേ, നല്ലതാണേ. ഇതിൻ്റെ ഒക്കെ പൈസ 1-2 പൗണ്ടൊക്കെ ആയിരിക്കും. എനിവേ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ടെമു വാങ്ങിച്ച സാധനങ്ങളിലത്. എന്താ പറയുന്നത്, ഇതിനിപ്പോൾ മൊത്തം എത്ര വിലയാണെന്ന് വെച്ചാൽ ഒരു 10-30 പൗണ്ടിൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവും തോന്നുന്നു, ഡ്രസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സമ്പാദിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് വേണ്ടി ഇതുപോലെ ഇച്ചിരി പൈസ മാറ്റി വെക്കുക, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം. ഒരുപാട് പൈസയൊന്നും ഇല്ലല്ലോ. ഇനി മേടിക്കാൻ പറ്റാത്തവർ പറയരുതോ നിങ്ങൾക്ക് മേടിക്കാം ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമല്ല.
പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി അതല്ല, പ്രയോറിറ്റി ഉറപ്പായിട്ടും അതല്ല. പക്ഷെ നമ്മുടെ എല്ലാ പ്രയോറിറ്റിയും കഴിഞ്ഞ് നമുക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇതൊന്നും വലിയ പൈസയില്ല, പക്ഷെ ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ അത് വളരെ നല്ലതായി തീർന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്കും വേണ്ടേ? അപ്പം അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ അല്ലല്ലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, മൊത്തത്തിൽ അങ്ങനെ ഭയങ്കര മോശമായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റവും ഇതിനകത്തില്ല. എല്ലാം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഇതിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അടുത്ത വീഡിയോ ഇടുമ്പോൾ ഇത് അവളുടെ ടെമ്മൂന്ന് മേടിച്ചതാ. അപ്പോൾ പിന്നെ ഭംഗി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നാം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തോന്നാം. അപ്പം ഞാൻ നല്ലതെന്ന് പറഞ്ഞ സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളുടെയൊക്കെ എന്താ പറയുക, കളറ്, ഭക്ഷണത്തിൻ്റെ രുചി, അല്ലെങ്കിൽ ഇതുപോലുള്ള ജ്വല്ലറീസിൻ്റെ ടേസ്റ്റ്, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും. എൻ്റെ ഇഷ്ടങ്ങളാവില്ല ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പം എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയേണ്ട കാര്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യും. എനിവേ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം മറക്കണ്ട, ചുമ്മാ അങ്ങ് ചിരിച്ചോണം, ജീവിതം പൊളിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.